മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലിനെയും ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിരയെയും കാറ് തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. സാർ, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ നാട്ടുകാർ പ്രതിഷേധിക്കാനിടയായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഇന്ന് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് STP പ്ലാന്റിൻ്റെ കമ്പൗണ്ടിൽ ഫലവൃക്ഷ തൈകൾ നടന്നതിന് വേണ്ടി പോയതാണ്. ഞാനും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൗൺസിലർമാരൊക്കെ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ പരിപാടി കഴിഞ്ഞു തിരിച്ചു പോയതാണ്. അവിടെ തടഞ്ഞു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ തിരിച്ച് വരാൻ വേണ്ടി പോകുന്ന സമയത്ത് 10ഓളം ആളുകൾ അവിടെ വരികയും പ്ലാന്റുമായി ബന്ധപ്പെട്ട പരാതികൾ പറയുകയും ചെയ്തു. അവർ ആക്ഷേപിക്കുന്നത് പ്ലാന്റിലേക്ക് കക്കൂസ് മാലിന്യങ്ങളാണ് കൊണ്ടുവരുന്നതെന്നും അതിൻ്റെ ഭാഗമായി പരിസര പ്രദേശത്തെ കിണറുകൾ മലിനമായി എന്നുമുള്ളതാണ്. യഥാർത്ഥത്തിൽ അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ്, അതായത് അല്ലാതെ FSTP അല്ല. അത് അവർ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അതുപോലെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് പഠനത്തോട്ടിലെ മലിനജലം ശുദ്ധീകരിച്ച് അത് ട്രീറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുമെന്നുള്ള രീതിയിലൊക്കെയാണ്. യഥാർത്ഥത്തിൽ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കാനത്തൂർ, അതുപോലെ താളിക്കാവ് ഡിവിഷനുകളിലെ വീടുകൾ, അതുപോലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, അവിടെയുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പ്ലാന്റാണ്. 10 ലക്ഷമാണ് അതിൻ്റെ കപ്പാസിറ്റി. അതനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ട്രീറ്റ് ചെയ്ത വെള്ളം കൃത്യമായിട്ട് ഓടയിലേക്ക് വിടുന്ന സമയത്തിന് മുമ്പേ അതിൻ്റെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാ ദിവസവും കൃത്യമായി രാവിലെ നടത്തുന്നു എന്നുള്ളതാണ്. കൃത്യമായി അത് സർട്ടിഫിക്കറ്റ് അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് പരിസര പ്രദേശത്തെ കിണറുകൾ മലിനമാകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ആ ടാങ്കിലേക്ക് വരുന്നു, ആ ടാങ്കിൽ നിന്ന് ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ടാങ്കിലേക്ക് പോകുന്നു, എന്നിട്ട് മൂന്നാമത്തെ ടാങ്കിലേക്ക് പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ വൃത്തിയായി കോൺക്രീറ്റ് ചെയ്ത വലിയ ടാങ്കുകളാണ്. അപ്പോൾ ആ ടാങ്കുകളിൽ നിന്ന് എങ്ങനെയാണ് പരിസരത്തെ കിണറുകൾ മലിനമാകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനില്ല. കിണറുകൾ മലിനമായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, അതിൻ്റെ ആ കാര്യങ്ങൾ ചെയ്യണം, അത് ശരി തന്നെയാണ്. പക്ഷേ ഇതുവരെ അത്തരമൊരു വിഷയം നമ്മുടെ മുമ്പാകെ ബന്ധപ്പെട്ട ആ വാർഡിലെ കൗൺസിലറോ ബന്ധപ്പെട്ട ആരും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ലേ? പരാതി ലഭിച്ചിട്ടില്ല. അവിടെ ഈ പറഞ്ഞതുപോലെ കിണറുകൾ മലിനമായി, ഇപ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായ പ്രശ്നം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് ചില സമയങ്ങളിൽ മണം വരുന്നു എന്നുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ കണക്ഷനുമായി ബന്ധപ്പെട്ട ചില സമയങ്ങളിൽ നമ്മുടെ ഈ മാൻ ഹോളുകൾ ഏതൊരാൾക്കും ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ 1-2 തവണ പുറമേ നിന്ന് വണ്ടികളിൽ വന്ന് ആളുകൾ അതിലേക്ക് ചെയ്തു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കുറേ മുമ്പാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ പരമാവധി ക്യാമറകളൊക്കെ ഉണ്ട്, അതൊക്കെ പരിശോധിച്ച് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ കവിഞ്ഞ് ഒരിക്കലും കക്കൂസ് മാലിന്യം ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ആർക്ക് പരിശോധിച്ചാലും കാണാവുന്ന കാര്യമാണ്, അറിയാവുന്ന കാര്യമാണ്. ഇനി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ പരിശോധന നടത്താം. അത് അവിടെ വരുന്ന ഫസ്റ്റ് ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ നോക്കിയാൽ മനസ്സിലാകും അവിടെ എത്തിച്ചേരുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാകും. ഇതൊക്കെ ആയിരിക്കെ വളരെ എന്താ പറയുക, എല്ലാം നന്നായി മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം ഉണ്ടായിരിക്കെ ഇതൊന്നും അറിയാതെ ചിന്തിക്കാതെ കണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ പറഞ്ഞു പിടിക്കുകയാണ്. അവരെ പ്രത്യേകിച്ച് എല്ലാത്തിലും രാഷ്ട്രീയം. ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോൾ അതിനും അഴിമതി ആരോപണം, അതിന് പരാജയം എന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നാട്ടിലൊരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ കഴിയുക? നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഇതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ലേ? ഇത് ഫിനാൻസ് ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുപോലെ അമൃത് പദ്ധതിയുടെ ഭാഗമായി നമുക്ക് അനുവദിച്ച ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് അനുവദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അനുസരിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ അതൊരു ഭാഗത്ത് ചോദ്യം ചെയ്യപ്പെടും. അത് വികസന ഫണ്ട് ലഭ്യമായിട്ട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയും. എന്നാൽ കൃത്യമായി വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് പരാജയമാണെന്ന് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷനെ അപമതിപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പോൾ ഇലക്ഷനാണല്ലോ വരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായും നിലനിൽപ്പില്ലാത്തവർ ഇത്തരം വിഷയങ്ങളുമായി നിരന്തരം കോർപ്പറേഷനെ
ബലിയാടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അതിൽ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കൊക്കെ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം തെറ്റായ വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പത്രത്തിൽ വരിക, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ പരിസരത്തും കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങൾക്കും കാര്യം മനസ്സിലാകും. എന്നാൽ ഇതിന് പുറത്തുള്ള ആളുകൾ കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെടുമെന്നുള്ളതാണ്. അവിടെ പത്രമാധ്യമങ്ങൾ ഒക്കെ വളരെ കൃത്യമായി ഇത്തരം വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം വാർത്തകൾ കൊടുക്കാനെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആ ഒരു ലോബിയുടെ ഭാഗമായി കോർപ്പറേഷനെതിരെ നിരന്തരം, കാരണം അവർക്ക് ഏറ്റവും വലിയ വിഷയമാണ് കണ്ണൂർ അവരുടെ കോട്ടയാണെന്ന് പറയുന്നത്, കണ്ണൂർ ജില്ല അവരുടേതാണെന്ന് പറയുന്നു. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. സാർ, അവരുടെ പ്രദേശവാസികളുടെ കിണറുകളിൽ മലിനജലം എത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? അത് ഇന്നാണ് അവർ പരാതി പറഞ്ഞത്. അത്തരം വിഷയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായും അത് പരിശോധിക്കാനും അവിടെ കിണറിലെ വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട HIമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെന്നോട് ബന്ധപ്പെട്ട ആളുകൾ വന്ന് സംസാരിച്ചപ്പോൾ തന്നെ ആ വിഷയം പറഞ്ഞാൽ നിങ്ങളുടെ കിണറിലെ വെള്ളങ്ങൾ മലിനമായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഒരു കാരണവശാലും അടിസ്ഥാനരഹിതമാണ്. അത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കിണർ മലിനമായി എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അത്രയും ശാസ്ത്രീയമായ സംവിധാനത്തിലൂടെ ചെയ്യുന്ന ഒരു സംഗതി. അവരെ തെറ്റിദ്ധരിപ്പിച്ച പലതുമാണ്. ഈ കക്കൂസ് ടാങ്കിലെ മാലിന്യമാണ് ഇവിടെ കൊണ്ടുവരുന്നത്, അതുപോലെ തോട്ടിലെ മാലിന്യം ക്ലീൻ ചെയ്യുന്നവർ അത് ചെയ്യുന്നില്ല. ഇത്തരത്തിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളെ പറഞ്ഞു വിടുകയാണ്. അതിന് പിന്നിൽ ബന്ധപ്പെട്ട കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്ന് സംശയമുണ്ട്. കാരണം കൗൺസിലർ രാവിലെ അവിടെ വന്നു, പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് മരം നടലുമായി ബന്ധപ്പെട്ട് അവിടെ രാവിലെ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. സമീപത്തെ വീടുകളിൽ കയറിയിറങ്ങി കോർപ്പറേഷനെ അപമതിപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ കൗൺസിലർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അവരെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന നാടകമാണ് ഇത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള വാർത്തകളാണ് പത്രമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടേണ്ടതെന്നുമാണ് പറയാനുള്ളത്. കിണറുകളിലേക്ക് മലിനജലം എത്തുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതികളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കൗൺസിലർ ഉൾപ്പെടെ ഇതുവരെ പരാതികളൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തെങ്കിലും പരാതി ലഭിച്ചെങ്കിൽ പൂർണ്ണമായും അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ടെന്നും അന്വേഷിക്കുമെന്നും അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമറാമാൻ സച്ചിനോടൊപ്പം റിപ്പോർട്ടർ അനുഷ നമ്പ്യാർ, പ്രൈം 21.